ഹായ് ഫ്രണ്ട്സ്, അജീഷ് ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റുള്ളവർ ഇരുട്ടെന്ന് പറയുന്നതിനെ വെളിച്ചമാക്കി കാണിക്കുന്ന എന്റെ പ്രിയ സുഹൃത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കേട്ടോ. കൊല്ലത്തിലെ സ്വന്തം ജഡായി പാറയിലുള്ള ഫായിസിനെയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ മറ്റുള്ളവർ ഇരുട്ടെന്ന് പറയുന്നതാണ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ കാഴ്ച പരിമിതി എന്ന് പറയുന്നത്. അതിനെ ഒട്ടും തന്നെ കാര്യമാക്കാതെ ഈ ഇരുട്ടെന്ന് പറയുന്നവരുടെ അടുത്ത് വെളിച്ചമാണിത്, ഇതൊരു വെളിച്ചമാണെന്ന് തെളിയിച്ച് കാണിക്കുകയാണ് ഫായിസ് കേട്ടോ. നമുക്കപ്പോ ഇന്ന് പോകാം ഫായിസിന്റെ വിശേഷങ്ങളിലോട്ട്. ഹലോ ഫായിസ്. ഹായ്, എന്തുണ്ട് വിശേഷം? സുഖകരം എന്നൊക്കെ പറയാം. അപ്പൊ അജീഷ് ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിനക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് നിന്റെ കുറച്ച് വിശേഷങ്ങള് അവർക്ക് പറഞ്ഞു കൊടുക്കാനും നിന്റെ കുറച്ച് കലാപരമായിട്ടുള്ള കഴിവൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫായിസാണ് കേട്ടോ പേര്. ഫായിസിന്റെ സ്ഥലം എവിടെയാണ് കൃത്യമായിട്ടുള്ള സ്ഥലം? എന്റേത് കൊല്ലം ചടയമംഗലത്താണ്, ജഡായിപ്പാറ അടുത്തായിട്ടൊക്കെ വരുന്നത്. കൊല്ലം ജഡായിപ്പാറ. നമ്മുടെ ജഡായിപ്പാറ വിശേഷങ്ങളിലെ വീഡിയോയില് ഫായിസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫായിസിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടാവും? എന്റെ വീട്ടിൽ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, അനിയനുണ്ട്, വാപ്പമ്മയുണ്ട്, ഉമ്മാടമ്മ ഉണ്ട്. ഇതൊരു വലിയ കുടുംബമാണല്ലോ. ഓക്കെ, അപ്പം അനിയൻ എന്താ ചെയ്യുന്നത്? അനിയൻ 9ൽ പഠിക്കുന്നു. അച്ഛനോ? വാപ്പ ഗൾഫിലാണ്, ഡ്രൈവിംഗ്. ഉമ്മക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ? ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഒരു വീട്ടുവിശേഷം എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഫായിസിന് ഇപ്പൊ എങ്ങനെയാണ് ഈ കാഴ്ച പരിമിതി എന്ന് പറയുന്നത്? ജന്മനാ ഉള്ളതല്ലേ? അതെ, എനിക്ക് ജന്മനാ കാഴ്ച ശക്തി ഇല്ലാത്തവരാണ്. ഓക്കെ, അപ്പം ഇത് എങ്ങനെയാണ്? നിനക്ക് ഫുള്ള് ബ്ലാങ്ക് ആണോ? ഫുള്ള് ബ്ലാക്ക് ആണോ? ഓക്കെ, എങ്കിലും നമ്മൾ മനസ്സുകൊണ്ടെല്ലാം കാണുന്നു എന്നുള്ളതാണ് സത്യം അല്ലേ? അതെ അതെ, ഞാൻ മനസ്സുകൊണ്ട് എല്ലാം അറിയുന്നുണ്ട്. അതാണ് എന്റെ. പിന്നെ എനിക്ക് ചെറുപ്പത്തില് എനിക്ക് ലൈറ്റിന്റെ വെട്ടം അറിയാൻ പറ്റുമായിരുന്നു. ചെറുപ്പത്തില് ഞാൻ ഈ എമർജൻസി ലൈറ്റ് എടുത്ത് മേശപ്പുറത്തെടുത്ത് വെക്കുമ്പോ ഞാൻ ആ എമർജൻസി ലൈറ്റിന്റെ അടുത്തൊക്കെ പോയി നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് കണ്ണിന്റെ വെട്ടം അങ്ങനെ നേരത്തെ അറിയാൻ പറ്റുമായിരുന്നു അല്ലേ? എങ്കിലും നമ്മളിപ്പോ മനസ്സുകൊണ്ടെല്ലാം കാണുന്നില്ലേ? അതെ അതെ, മനസ്സുകൊണ്ടെല്ലാം കാണുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ ടിവിയുടെ മുമ്പിലൊക്കെ പോയിരിക്കും. എനിക്കും എന്റെ കൊച്ചിലെയും എനിക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നത് ടിവിയുടെ തൊട്ട് ഫ്രണ്ടിലിരിക്കുമ്പോയിരുന്നു. അപ്പൊ പിന്നെ അതറിയാൻ പറ്റില്ല, അന്ന് എനിക്ക് അറിയാൻ പറ്റുമായിരുന്നു. അപ്പം അതാണ് കാഴ്ച പരിമിതി. ഓക്കെ, അപ്പം ഫായിസ് പഠിച്ചതൊക്കെ എങ്ങനെയാണ്? ആദ്യം എവിടെയാണ് പഠിച്ചത്? ഞാൻ ആദ്യമേ പഠിച്ചത് ചടയമംഗലം ഗവൺമെന്റ് യു സ്കൂളിലാണ് പഠിച്ചത്. നോർമൽ സ്കൂളിലാണ് പഠിച്ചത് അല്ലേ? ഓക്കെ, അപ്പൊ അവിടെ എങ്ങനെയായിരുന്നു? നമ്മള് വിഷ്വലി ചലഞ്ചഡ് ആയതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അവിടെ വിഷ്വലി അവിടെ സൈറ്റഡ് ആണ്, നമ്മൾ കേട്ട് പഠിക്കുന്ന. എക്സാം ഒക്കെ നമ്മള് ഒരു സമ്മാനം വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ മ്യൂസിയത്താണ് കേട്ടോ ഇവിടെ ഇരുന്നപ്പം കിട്ടിയതാണ്, ഇനി കയ്യിൽ വെച്ചിരിക്കാം. ഓക്കെ, പറഞ്ഞോ. എത്രാം ക്ലാസ് വരെ അവിടെ പഠിച്ചേ? ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചു. ഞാൻ പള്ളിയിൽ 2ാം ക്ലാസ് വരെ പഠിച്ചു. മദ്രസ പള്ളിയിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ഞാൻ മുസ്ലിം മദ്രസയിലാണ് പഠിക്കുന്നത്. അത് മതപരമായിട്ടുള്ള പഠിത്തമാണല്ലേ? നമ്മള് 2ാം ക്ലാസ് വരെ ഞാൻ പള്ളിയിൽ പഠിച്ചു അല്ലേ? അതേല് ഞാൻ വർക്കല ശിവരി. അത് ബ്ലൈൻഡ് സ്കൂൾ അല്ലേ? അപ്പം ബ്ലൈൻഡ് സ്കൂളിൽ വന്നതിന് ശേഷം ഒരുപാട് പഠിക്കാൻ പറ്റിയോ? ബ്രെയിലൊക്കെ പഠിച്ചല്ലേ? ഓക്കെ, അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് വേറെ എന്തൊക്കെയാ പഠിക്കാൻ പറ്റിയേ? സ്കൂളിൽ ഞാൻ പിയാനോ വായിക്കാറുണ്ട്. കീബോർഡ് അല്ലെ? അത് അവിടെ നിന്നാണല്ലേ പഠിച്ചത്? അതെ, ഞാൻ അവിടെ നിന്ന് പിയാനോ വായിക്കാറുണ്ട്. പിന്നെ ഞാൻ തബല കൊട്ടാറുണ്ട്, പിന്നെ ചെണ്ട കൊട്ടാറുണ്ട്. അതൊക്കെ അവിടെ നിന്നാണല്ലേ പഠിച്ചത്? ഓരോ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴത്തേക്ക് എന്റെ ടീച്ചർ പറയും തബല കൊട്ടണം, ചെണ്ട കൊട്ടണം, കീബോർഡ് കളിക്കണം. അതൊക്കെ അവിടെ നിന്ന് പഠിച്ചു അല്ലേ? ഫായിസിന്റെ ഒരു വീഡിയോ, ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫായിസിന്റെ ഇടുമായിരുന്നു. അപ്പം മിമിക്രി ഒക്കെ ചെയ്യുമല്ലോ? നമ്മുടെ ചാനലിൽ തന്നെ കുറെ വീഡിയോനെ പറ്റി വന്നിട്ടുണ്ട്. നമ്മൾ മിമിക്രി ഒക്കെ ചെയ്യും. നമ്മുടെ എന്തെന്ന് പറയാൻ, നമ്മുടെ കഴിഞ്ഞ മ്യൂസിയത്തിലെ കാഴ്ചകൾ, എന്റെ ഓണാഘോഷത്തില് ഇതിലൊക്കെ ഫായിസിന്റെ മിമിക്രി ഉണ്ടായിരുന്നു. എങ്കിലും നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഒരു അതിന്റെ ബീറ്റ് ബോക്സിംഗ് കേൾക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമേ 3 സൗണ്ടുകൾ വ്യത്യസ്തമായ എങ്ങനെ ഇരിക്കുന്നുണ്ട്. 1, 2, 3. ഈ 3 സൗണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യും?
ഓ സൂപ്പർ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഈ വോയിസ് എങ്ങനെ നിങ്ങളിലേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല. ഒരു മൈക്ക് യൂസ് ചെയ്യുന്നുള്ളൂ, ഞാൻ ഓർക്കാതെയാണ് അവന്റെ അടുത്ത് പറഞ്ഞത്. നമുക്ക് ഈ ഒരു മൈക്ക് ഇവനൊന്ന് സ്വിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവനെ സ്വിച്ച് ചെയ്ത് കൊടുക്കാം, ഇവനെ ക്ലിപ്പ് ചെയ്യാം. അയ്യോ, മൈക്ക് പോയി ഗൈസ്, നമ്മുടെ മൈക്ക് പോയേ. ഓക്കെ, ഇവിടെ ക്ലിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ബീറ്റ് ബോക്സിങ്, ഇങ്ങനെ തുടങ്ങിയ കുറെ മിമിക്രി പ്രോഗ്രാം ഒക്കെ അവൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഞാന് ഇനി അടുത്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രാത്രി കാലങ്ങളിൽ പട്ടി ഓരയിടുന്ന പ്രേതങ്ങളെ കാണുമ്പോഴത്തേക്ക് പട്ടി ഓരയിടുന്ന ഒരു സൗണ്ട് നമുക്ക് അതൊന്ന് കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ വീട്ടിലാണ് കേട്ടോ, ഇവിടെ എന്തോ ഒരു മൃഗം ഭയങ്കരമായിട്ട് അലർന്ന ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ രാത്രി കാലങ്ങളിൽ എങ്ങനെയാണ് പ്രേതങ്ങളെ കാണുമ്പോഴത്തേക്ക് പട്ടി ഓരയിടുന്ന സൗണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. കിട്ടുവാണ് കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഫായിസ് എങ്ങനെയാണ് യാത്രയൊക്കെ ചെയ്യുന്നത്? ഞാനിതേ വൈക്കൻ യൂസ് ചെയ്തിട്ടാണ് വൈക്കൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ യാത്ര ചെയ്യാറുള്ളത്. അല്ല, എന്റെ ഒരു സംശയം, ഈ വൈക്കൻ യൂസ് ചെയ്ത് നടക്കാൻ ആരാ പറഞ്ഞേ? പിന്നെ വൈക്കൻ യൂസ് ചെയ്ത് നടക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ചേട്ടനെ പോലെ കാണുന്ന ഒരാൾ. അതാരാ? അതാരായിരിക്കും? എന്റെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് പറയാൻ ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. ഫായിസ് എപ്പോഴും പറയാറുണ്ട് കേട്ടോ, ഞാൻ ഫായിസിന്റെ ഒരു ചേട്ടനെ പോലെ ആണെന്ന്. അപ്പം ഞാനാണ് ഫായിസിനെ വൈക്കനൊക്കെ യൂസ് ചെയ്ത് നടക്കാൻ വേണ്ടിട്ട് ഞാനും ആമോ സാറ്, സജു സാറ്, നമ്മളെല്ലാവരുമായിട്ടൊക്കെ പഠിപ്പിച്ചാണ്. ഫായിസ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് ആരുടെ കൂടെയാ? ഏറ്റവും കൂടുതൽ എന്ന് പറയാനുള്ളതെന്ന് നമ്മൾ ഈ സ്ഥലം കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങാനൊക്കെ പോകുമ്പോ? അത് പിന്നെ എന്റെ ചേട്ടൻ്റെ കൂടെ തന്നെ. അത് ഞാനാണ് കേട്ടോ, എന്റെ എല്ലാ വീഡിയോയിലും ഫായിസ് ഉണ്ട്, ഞാൻ പോകുന്ന എല്ലായിടത്തും ഫായിസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുമിച്ച് പഠിച്ചേക്കാണ്, ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ അത് മാത്രമല്ല, അവന്റെ വീട്ടിൽ ഞാൻ 3-4 ദിവസം പോയി നിന്നിട്ടുണ്ട്. ഫായിസിന്റെ വീട്ടിലേക്ക് ഞാൻ പോയി. ഇതുമാണ് നമ്മൾ തമ്മിലുള്ള ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്, ഒരു സഹോദര ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ഇനി എനിക്ക് ചോദിക്കാൻ വേണ്ടിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരുടെ ചോദിക്കുന്ന സംഗതി തന്നെയാണ്, ഈ കാഴ്ച ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കളിയാക്കിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിനക്ക് വിഷമമായിട്ടുള്ള കാര്യം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ എന്നെ അങ്ങനെ ആരും തിരിഞ്ഞങ്ങനെ നോക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ മനസ്സിലായില്ല? അതായത് ഇപ്പൊ നമ്മള് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ, സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും ഇവരെന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്, നമുക്ക് കാഴ്ച ഇല്ലാന്ന് തോന്നുമ്പോ അവര് വിചാരിക്കും നമുക്ക് അവരുടെ അടുത്തൊക്കെ ഒന്നും മൈൻഡ് ഇല്ലാന്ന് തോന്നും. അപ്പൊ നമ്മൾ അധികം മൈൻഡ് ചെയ്യാറില്ല അല്ലേ? അതാണോ ഏറ്റവും വിഷമമായിട്ട് തോന്നിയിട്ടുള്ളത്? അതെ, നമ്മളാരും അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളെ പ്രശ്നം ആരും കേൾക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മളെവിടെയും അങ്ങനെ ആരും പോകുമ്പോഴത്തേക്കും, നമ്മൾ അവിടെ ഇവിടെ കല്യാണത്തിന് പോകുമ്പോഴും അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മളാരും ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വരാറുണ്ട്. അതാണ് ഏറ്റവും വിഷമമുള്ളത്. അത് നമ്മുടെ ഇടയിൽ എല്ലായിടത്തും ഉള്ളതാണ് കേട്ടോ. നിങ്ങളുടെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ കാഴ്ച പരിമിതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വൈകല്യം എന്ന് മറ്റുള്ളവർ പറയുന്ന ഒരു സംഭവം എല്ലാവർക്കും, ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാവർക്കും ഒരു വൈകല്യം ഉണ്ട്. അത് പക്ഷേ ദൈവം ചില ആളുകൾക്ക് അത് കൂടുതൽ കൊടുത്തിട്ടുണ്ട്, ചിലവർക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നല്ല, മറ്റുള്ള ഒരു രീതിയിൽ എല്ലാവർക്കും വൈകല്യമുണ്ട്. എനിക്കുള്ളത് നിങ്ങൾക്കില്ല, നിങ്ങൾക്കുള്ളത് എനിക്കില്ല. അപ്പൊ അതേപോലെയാണ്. അതുകൊണ്ട് തന്നെ വൈകല്യമുള്ളവരെ നിങ്ങളെ പോലെ തന്നെയാണ്. നിങ്ങൾ ആരും മാറ്റി നിർത്തരുത്. അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, അവർക്ക് സംസാരിക്കാൻ ആരും ഇല്ലാത്തവരായിരിക്കും, അവരെല്ലാവരും ഒറ്റപ്പെടുത്തുന്നവരായിരിക്കും. അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവരോടൊന്ന് നിങ്ങളൊരു 5 മിനിറ്റ് അവരോട് സംസാരിക്കാൻ പുറത്തു, അവർക്ക് ഏറ്റവും സന്തോഷം കിട്ടുക. കേട്ടോ, അതുകൊണ്ട് ആരെയും ഒറ്റപ്പെടുത്തരുത്, എല്ലാവരെയും ചേർത്ത് നിർത്താൻ തന്നെ ശ്രമിക്കുക. അപ്പൊ അടുത്തെനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുന്നത്, ഈ കാഴ്ച ഇല്ലാത്തവരെ ഇപ്പം നമ്മള് ചില പേരൻസ്, ഞാൻ എല്ലാവരെയും പറയുന്നത്, ചിലവര് വീട്ടില് ഒതുക്കി ഇരുത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്, അറിയാലോ. അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് നിനക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും അങ്ങനെ വീട്ടിൽ എപ്പോഴും ചടഞ്ഞുകൂടി ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ള കൂടുതൽ. പിന്നെ യാത്ര ചെയ്യാനുള്ള ഇടത്തെല്ലാം നിങ്ങൾ യാത്ര ചെയ്ത് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് നിങ്ങൾ പോവുക. അതന്നെ, കാരണം ജീവിതം ഒന്നേ ഉള്ളൂ, നമുക്ക് ദൈവം ഒരു ഇതേ തന്നിട്ടുള്ളൂ. അപ്പൊ അത് നമ്മൾ അടിച്ചു പൊളിക്കുക. അപ്പൊ ഇങ്ങനെ പറയുമ്പോ എല്ലാരും ചോദിക്കാറുണ്ട്, എന്റെ അടുത്ത് തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങളിങ്ങനെ
ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, നിങ്ങൾ കാണാൻ പറ്റുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആസ്വദിക്കണേ? എനിക്ക് ഇവിടെ ഉള്ള ഒരു ആസ്വദം, ഞാനിപ്പോ മ്യൂസിയത്താണ്, എനിക്ക് ഇവിടെ ഉള്ള ഞാൻ ആസ്വദിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ പ്രകൃതിയുടെ സൗണ്ട് ഉണ്ട്, കിളികൾ കരയുന്നുണ്ട്, ഇവിടെയുള്ള മൃഗങ്ങളുടെ സൗണ്ട് ഉണ്ട്, ഇവിടെ ആളുകൾ നടന്നു പോകുന്ന സൗണ്ട് ഉണ്ട്. എനിക്ക് ഇത് വെച്ചിട്ട് എന്റെ മനസ്സിൽ എനിക്കൊരു ഇമാജിനേഷൻ ഉണ്ട്, ഇവിടെ ഇപ്പൊ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എന്റെ മനസ്സിലൊരു കാഴ്ചയുണ്ട്. ഇവിടെ ഇപ്പൊ നല്ല പ്രകൃതി, നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്, ഇവിടെ ഒരുപാട് പക്ഷികളുണ്ട്. ഞാൻ ഈ ഇരിക്കുന്നതിന്റെ ഫ്രണ്ടിൽ ഒരു റോഡുണ്ട്, ഇതുവഴി നടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ കാഴ്ച പരിമിതി ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെയുള്ള സൗണ്ടൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പ്രകൃതിയെ നമ്മൾ മനസ്സിൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കാഴ്ച പരിമിതി ഉള്ളവരെന്ന് പറഞ്ഞിട്ട് ഒരിടത്തും ചടഞ്ഞുകൂടി ഇരിക്കേണ്ട ആവശ്യമില്ല. എല്ലാരും പുറത്തിറങ്ങി കിടക്കുക, എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോവുക, എല്ലാവരും ആസ്വദിക്കുക, അല്ലേ ഫൈസ? അതെ അതെ, നമ്മള് ചടഞ്ഞുകൂടി ഇരിക്കേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. നമുക്ക് ഇങ്ങനെ 5 അടിച്ചു പൊളിച്ച് നമ്മൾ ചാവുന്നവരെങ്ങനെ നടക്കാം, അത്രേ ഉള്ളൂ. അപ്പം ഈ കാഴ്ച പരിമിതി ഈ ഒരു പ്രശ്നം വെച്ചിട്ട് നിനക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റൽ കേസാണ് ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഹോസ്പിറ്റൽ കേസ് എന്ന് പറയുമ്പോൾ ഞാൻ മധുരൈ അരവിന്ദ് ഹോസ്പിറ്റലിൽ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയ സമയത്ത് അവിടുത്തെ ഡോക്ടർ ആദ്യമേ പറഞ്ഞതെന്ന് വെച്ചാൽ തന്നെ ശരിയാക്കി തരാം, വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. പൈസ കൊടുത്ത് സെറ്റാക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവസാന ഭാഗത്തിലെത്തിയപ്പോൾ ഡോക്ടർ കൈ ഒഴിഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞ മാത്രമല്ല, ഞാന് അങ്ങനെ ചെയ്യുമല്ലോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ അഥവാ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്പോട്ടാവും. ഓ അങ്ങനെ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എനിക്കിപ്പോ ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ എനിക്കും എന്നെ കണ്ട ഡോക്ടേഴ്സും പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം എന്റെ പേരൻസിനും എന്റെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും, അയ്യോ അവന് കാണാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എന്നെ പോലുള്ളവരെ കാണുമ്പോ ഇപ്പൊ ഫായിസിനായാലും ആരെ കണ്ടാലും എന്റെ പേരൻസിന് ഒരു വിഷമമുണ്ട്. കാരണം ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അയ്യോ അവന് കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ എനിക്ക് എല്ലാവരും പറയാനുള്ളത്, നമുക്ക് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്ത് ശരിയാവില്ലായിരിക്കാം, പക്ഷെ ഈ ഉള്ള ഒരു സമയമുണ്ട്, നമ്മളിപ്പോ ഈ ഭൂമിയിലായിരിക്കുന്ന സമയം. അപ്പൊ ആ സമയം നമ്മളെ പോലുള്ളവരെ അല്പ സന്തോഷമായിട്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ടെല്ലാം കാണുന്നുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അടുത്ത് എനിക്ക് ഇതില് പറയാനുള്ളത്, വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പേരൻസിന് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവരുടെ മുഖം കാണുന്നില്ല എന്നുള്ളൊരു വിഷമമാണ്. അത് എനിക്ക് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ അടുത്ത് പലപ്പോഴും എൻ്റെ പപ്പയും അമ്മയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിനക്ക് നമ്മുടെ മുഖം ഒന്ന് കണ്ടാൽ മതി, വേറെ ഒന്നും നീ കാണണ്ട എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പം ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷമങ്ങൾ അവർക്കുണ്ട്. പക്ഷെ ഇങ്ങനെ ഏതല്ലോ ഈ ഒരു വീഡിയോയിൽ ഇത് പറയാനുള്ള കാരണം, എനിക്ക് എന്റെ പേരൻസിനോട് നേരിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അവർ ഈ വീഡിയോ കാണുന്നേ, അവരും ഇത് മനസ്സിലാക്കട്ടെ. മനസ്സുകൊണ്ട് ഞാനെല്ലാം കാണുന്നുണ്ട്, മനസ്സുകൊണ്ട് നമ്മള് കാഴ്ച പരിമിതി ഉള്ളവർ മനസ്സുകൊണ്ട് എല്ലാം കാണുന്നുണ്ട്, നിങ്ങളെ പോലെ തന്നെ എല്ലാം അറിയുന്നുണ്ട്. അപ്പൊ അതാണ് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. ഇതൊക്കെയാണ് ഫായിസിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ കലാപരമായിട്ട് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്. അപ്പൊ പ്രോഗ്രാമിനൊക്കെ പോകുന്നത് എങ്ങനെയാണ്, ആരാണ് കൊണ്ടുപോകുന്നതൊക്കെ? ഞാന് യൂത്ത് ഹോസ്റ്റലിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാന് വർക്കലയൊക്കെ പഠിച്ചിരുന്നപ്പോഴത്തേക്ക് ഞാൻ യൂത്ത് ഹോസ്റ്റലിനൊക്കെ അങ്ങനെ പരിപാടിക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആരാണ് കൊണ്ടുപോകുന്നത്, ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ? ഞാന് വിജിത്ത് അണ്ണൻ എന്ന് പറഞ്ഞൊരു അണ്ണനുണ്ട്, വർക്കല പഠിച്ചിരുന്നപ്പോഴത്തേക്ക്. വിജിത്ത് ചേട്ടന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബിലുണ്ട് കേട്ടോ. കീബോർഡ് വായിക്കുന്ന വിജിത്ത് ചേട്ടനെയാണ് നമ്മൾ ഈ പറയുന്നത്. വിജിത്ത് ചേട്ടനാണല്ലേ ഹെൽപ്പ് ചെയ്യുന്നത്? അതെ, വിജിത്ത് അണ്ണൻ എന്റെ ഒരു അജീഷിനെ പോലെ തന്നെ ഒരു ചേട്ടനെ പോലെയാണ് ഞാനും ആ അണ്ണനെ കാണുന്നത്. വിജിത്ത് ചേട്ടന് ഞാനും ഒരു സഹോദര ബന്ധമാണ്. സഹോദര ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മള് ബന്ധുവായിട്ടല്ല, പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടതിന് ശേഷം എന്റെ ഒരു ചേട്ടനാണ് അത്, ഞാൻ ചേട്ടൻ്റെ ഒരു അനിയനാണ്. അതേപോലെ തന്നെ നമ്മൾ കണ്ടതിന് ശേഷം വായസിന്റെ ഒരു ചേട്ടനാണ് ഞാൻ, എന്റെ ഒരു അനിയനാണ് വായസ്. ഇങ്ങനെ തുടങ്ങി ഇതേപോലെ കുറച്ച് ഉടായിപ്പ് ആളുകളുണ്ട് ചേട്ടനും അനിയനൊക്കെ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പോവുകയാണ്. അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ സഹോദര ബന്ധത്തിന്റെ യാത്ര എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഫായിസിന് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ? അതെ, എന്റെ യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? അതെ, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. എന്റെ ചാനലിന്റെ പേര് ഫായിൻ ടോക്സ് എന്നാണ് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എന്റെ അനിയനെ സപ്പോർട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. പിന്നെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഫായിസ്? വീട്ടിലെ അമ്മയും അനിയനൊക്കെ എങ്ങനെയാ സപ്പോർട്ടൊക്കെ? ഉമ്മായും ബാപ്പായും എല്ലാരും നല്ല സപ്പോർട്ടായിട്ടാണ് എന്റെ കൂടെ നിൽക്കുന്നത്. ഓക്കെ. അപ്പം പിന്നെ വേറെ എന്തൊക്കെയാണ് നിനക്ക് ഈ മറ്റുള്ളവരുടെ അടുത്ത് കാഴ്ച പരിമിതിയെ പറ്റി എന്താണ് പറയാനുള്ളത്? അതല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കാഴ്ച ഇല്ലാന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല.
അതല്ല ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച ഇല്ലാത്തവരടുത്തല്ല, കാഴ്ച ഉള്ള ആളുകളെടുത്ത് കാഴ്ച ഇല്ലാത്ത നമ്മളെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിനക്ക് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇപ്പം മറ്റുള്ളവരുടെ സൈഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നുദ്ദേശിക്കുന്നതാണ് ഞാൻ ചോദിച്ചത്. എന്ന് വെച്ചാൽ നമുക്ക് വലിയ ഹെൽപ്പ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. പിന്നെ നമുക്ക് വലിയ ഹെൽപ്പ് എന്ന് പറയുമ്പം എന്താ ഉദ്ദേശിക്കുന്നത്? അത്യാവശ്യം ഇപ്പൊ നമുക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് റോഡിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കിപ്പോ റോഡിൽ ഇറങ്ങുമ്പോ ബൈക്കിന് യൂസ് ചെയ്തോണ്ടല്ലേ നമ്മൾ നടക്കാറ്. അങ്ങനെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി ഒരുപാടുണ്ടല്ലോ, വണ്ടികൾ ഒരുപാടുണ്ട്. ആ സമയത്ത് നമുക്ക് ക്രോസ് ചെയ്യാൻ കഴിയത്തില്ല, മനസ്സിലായില്ലേ? പറ്റാറുണ്ട് ചില സമയങ്ങളിൽ പറ്റാറുണ്ട്. ആ ചില സമയത്ത് പറ്റാതാകുമ്പോൾ ഞങ്ങൾക്ക് ഹെൽപ്പ് വേണ്ട ആവശ്യം വരും. ഇത് മറ്റുള്ളവരത് പറയാനുള്ള വലിയൊരു കാര്യമാണ് കേട്ടോ. നമ്മളെപ്പോലെ ഇതില് കുറെ കാര്യങ്ങളുണ്ട്. ഞാനത് ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തായി പോകും വീഡിയോ. കാരണം നമ്മൾ ഈ കാഴ്ച പരിമിതി ഉള്ള ഒരു വൈറ്റ് കെയിൻ ഉപയോഗിച്ച് കിടക്കുമ്പോൾ നിങ്ങൾ അറിയാന്നുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മള് നടന്നു പോകുമ്പോ ഫ്രണ്ടിൽ നിൽക്കുന്നത്, ഇങ്ങനെ തടന്നൊക്കെ നിൽക്കുന്നത്, അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മളെപ്പോലെ വൈറ്റ് കെയിൻ യൂസ് ചെയ്ത് നടക്കുന്നവരെ കാണുമ്പോൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കുക. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ് പറയാനുള്ള വിശേഷങ്ങൾ? എനിക്ക് വിശേഷങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു നീ, അത് ഞാൻ ചോദിക്കാൻ ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ചടയമംഗലം UPSC 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഞാൻ അവിടുത്തെ സൈറ്റഡ് സ്കൂളിൽ പഠിച്ചു. പിന്നെ സൈറ്റഡ് സ്കൂളിൽ പഠിച്ചപ്പോ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം പറയാൻ കഴിയോ? മറക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ഒരു സുഹൃത്തിന്റെ കാലിന് ഞാൻ ബെഞ്ച് തള്ളിയിട്ടുണ്ട്. അറിയാതെയാണ് സംഭവിച്ചത് സംഭവം. എങ്കിലും അത് അറിഞ്ഞോണ്ടായിരുന്നല്ലേ? സംഭവം ഞാൻ അതല്ല അറിഞ്ഞോണ്ടല്ല, അല്ലല്ല അറിഞ്ഞോണ്ടല്ല, നമ്മള് അറിയാതെയാണ് സംഭവിച്ചത്. ഞാന് സാജിദ് എന്നാണ് ആ സുഹൃത്തിന്റെ പേര്. ആ സാജൻ എന്ന് പറയുന്ന സാജനല്ല, സാജിദ്. ആ സാജിദ് എന്ന് പറയുന്ന ആള് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവ അറിഞ്ഞോണ്ടാണ് ആ ബെഞ്ചിന്റെ തള്ളിയിട്ടത് കേട്ടോ. അല്ലല്ല, ഞാൻ അറിയാതെയാണ് പിന്നെ ബെഞ്ചില് കാലില് ബെഞ്ച് തള്ളിയിട്ടത്, അറിയാതെ അല്ല. പിന്നെ എനിക്ക് ഞാൻ സംശയിച്ചേ, ബെഞ്ചില് കാലിട്ടതാണോ കാലില് ബെഞ്ച് ഇട്ടതാണോ? ബെഞ്ച് കാല് തള്ളിയിട്ട്, കാലില് ബെഞ്ച് തള്ളിയിട്ടോ? തിരിഞ്ഞു നോക്കട്ടെ എനിക്ക് ചെറിയ. അപ്പൊ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് എവിടെയാണ് പഠിച്ചത്? പിന്നെ 4ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് വേറൊരു അനുഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. കാഴ്ചയില്ലാത്ത സമയത്ത് സംഭവം നല്ലൊരു മഴ സമയമായിരുന്നു. മഴ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നിങ്ങൾക്ക് വിഷമാവോന്ന് അറിയത്തില്ല, എങ്കിലും ഞാൻ പറയാം. നമുക്കിപ്പോ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് മനസ്സ് തുറക്കാനുള്ള സമയമല്ലേ ഈ സമയമൊക്കെ. അപ്പൊ ഈ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് നല്ല ചോരിക്കൊഴിയുന്ന ഒരു മഴ. അപ്പൊ ആ മഴ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഈ ഞാൻ ബസ്സിലായിരുന്നു ആദ്യ ടൈം പൊക്കോണ്ടിരുന്നത്, സ്കൂൾ ബസ്സിൽ. അങ്ങനെ ആ ബസ് ഇങ്ങനെ പൊക്കോണ്ടിരുന്ന സമയത്ത് ആദ്യമേ ബസ് ട്രിപ്പൊക്കെ ആയി. അങ്ങനെ ആദ്യമേ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് വിളിക്കാനും കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതെ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനെ ക്ലാസ്സിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു സംഭവം പറ്റി. സംഭവം വൈകുന്നേരം ആയപ്പോ ഫസ്റ്റ് ട്രിപ്പും സെക്കൻഡ് ട്രിപ്പും പോയി. ഞാനന്ന് ക്ലാസ്സിലും ആയിപ്പോയി. പിള്ളേരെല്ലാരും എന്നെ ഇട്ടിട്ട് പോവുകയും ഇതേപോലെ ഒരുപാട് സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സംഭവം അത് സംഭവിക്കുന്ന ചിലപ്പോ അവരുടെ അശ്രദ്ധയാണ്, അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചോണ്ടിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുന്ന സമയമായിരിക്കില്ലേ. നമ്മളൊന്നും ചെയ്യും. ഞാൻ സത്യം പറഞ്ഞ ഞാൻ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് അങ്ങനെ മൈൻഡ് ചെയ്യത്തില്ല. എന്റെ അടുത്ത് ഇങ്ങോട്ട് മൈൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഞാൻ മൈൻഡ് ചെയ്യൂ. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് അറിയാൻ പറ്റില്ല മറ്റുള്ളവർ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് പോയി മിണ്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? പിന്നെ അത് 4ാം ക്ലാസ് അവിടെ പഠിച്ചു കഴിഞ്ഞിട്ട് എവിടെയാ പഠിച്ചേ? ഞാൻ പിന്നെ പഠിച്ചത് ലൈറ്റ് ദ ബ്ലൈൻഡ് വർക്കല സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ വർക്കല സ്കൂൾ പ്ലസ് 2 വരെ പഠിച്ചല്ലേ? അതെ, പ്ലസ് 2 വരെ പഠിച്ചു. അവിടെ 5ാം ക്ലാസ് മുതൽ അവിടെ ഹോസ്റ്റലിൽ അവിടെ തന്നെ ഒരു ക്ലാസ് റൂം. അവിടെ മറക്കാൻ പറ്റാത്ത സംഭവം എന്താ? അവിടെ മറക്കാൻ പറ്റാത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജിത്തണ്ണന്റെ ഇവിടെയൊക്കെ നടക്കുന്ന സംഭവം, പിന്നെ അങ്ങനെ കടയിലേക്ക് പോകുന്ന സംഭവം, അതൊക്കെ മറക്കാൻ പറ്റാത്ത സംഭവം. അത് തന്നെ കൂടുതൽ സംഭവിക്കുന്നു. ഫായിസിന്റെ പുഷപ്പ് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവൻ നൈറ്റ് ഇങ്ങനെ എന്തോ ഇവന്റെ ഒരു പുഷപ്പ് ഉണ്ട്, പ്രത്യേക സ്റ്റൈലിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചിരിച്ച് ഷോട്ടിൽ കാണിക്കായിരുന്നു ഒരു ദിവസം കാണിച്ചിരാ കേട്ടോ, കിട്ടുവാണ്. അപ്പം അങ്ങനെ പുഷപ്പ് ഒക്കെ എടുക്കാറുണ്ടല്ലേ? രാത്രി എക്സർസൈസ് വ്യായാമം
വ്യായാമോ ആ അതാ എന്തോ അതാ. ആ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം പോകുന്നതിന് മുമ്പ് നമുക്ക് പാട്ടെന്തായാലും കേൾക്കണ്ടേ? പിന്നെ ഒരു പാട്ട് പാടിക്കോ. ഓക്കെ, അപ്പം നമുക്കൊരു പാട്ടിലോട്ട് കിടക്കാം. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയിലെ കാറ്റിൻ മൺവിളക്കൂതിയിലെ കൂരിരുൾക്കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്ക് നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്ക് നിന്നില്ലേ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയിലെ കാറ്റിൻ മൺവിളക്കൂതിയിലെ കൂരിരുൾക്കാവിന്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്ക് നിന്നില്ലേ, ഞാൻ ഒറ്റയ്ക്ക് നിന്നില്ലേ. ഗൈസ്, അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു സുഹൃത്തുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അജീഷ്. ബൈ. ബൈ ബൈ.